കടത്തി വിടുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്ന് തിരികെ പോകുക കേട്ടോ. ഇനി അവിടെ കാരുകുളം അതുപോലെ എലിക്കോട് ആട്ടുപാലം കാണിച്ചു തരാം. ഹായ് ഗൈസ്, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്ക് കമന്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൊക്കന ആട്ടുപാലം കാണിക്കാനായിട്ട് പറ്റുമെന്ന്. അപ്പൊ നമ്മൾ ചൊക്കന കാണിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ചൊക്കനയിലത്തെ എന്തോ കമ്പിവേലി എന്തോ എങ്ങാണ്ടോ മുറിഞ്ഞു കിടക്കണ കാരണം അത് കാരണം നമ്മളെ അങ്ങോട്ട് കയറ്റത്തില്ല, എലോവൻസ് ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞങ്ങളിങ്ങനെ വന്നപ്പോ ഇവിടെ എന്തെങ്കിലും വ്യൂ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരെ വന്നത്. ഫുള്ളും ഇങ്ങനെ കുറച്ച് വിജനമായിട്ടുള്ള പ്രദേശമാണ് നമുക്ക് കാണാനായിട്ടുള്ളത്. അതുപോലെ തന്നെ അവിടെ ഇവിടെയൊക്കെ ആനപ്പിണ്ടൊക്കെ ഉണ്ട്. അപ്പൊ ശരിക്കും ഭയങ്കര പേടിയുണ്ട് ഗൈസ്. അപ്പൊ അത് കാരണം ഞങ്ങള് വരുന്ന വഴിയിലൊക്കെ ആനപ്പിണ്ടം ഉണ്ട്. അപ്പൊ അത് കാരണം അത്ര ധൈര്യം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ദൂരം ഞങ്ങൾ പോന്നു. ഇനിയിപ്പോ തിരിച്ചു പോകാൻ പോവാണ്. അപ്പം അവിടെ ചെല്ലണ സമയത്ത് ഇതിനു മുന്നേ നമ്മൾ 2 ആട്ടുപാലം കണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാളും കാണാൻ രസമാണ് ചൊക്കനാന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ അപ്പന്റെ ഒരു തമാശയാണ് നിങ്ങൾ കണ്ടത്. ആനയാന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരു നിമിഷം പേടിച്ചു പോയി ഗൈസ്. എന്റെ ആത്മാവ് ഇപ്പൊ മോളിൽ പോയിട്ട് തിരിച്ചു വന്നേനെ ഗൈസ്. അപ്പോ ഞങ്ങൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ കാരികുളം അതുപോലെ തന്നെ എലിക്കോട് ആട്ടുപാലം ഉണ്ട്. അപ്പൊ അവിടുത്തെ വീഡിയോസ് നിങ്ങളെ കാണിക്കാട്ടാ. ആരും അറ്റ്മോസ്ഫിയർ ഒക്കെ അടിപൊളിയാണ്, നമുക്ക് നല്ലൊരു വൈബൊക്കെ ഉണ്ട്. പക്ഷെ ആനയുടെ പിണ്ട് അവിടെ ഇവിടെയൊക്കെ കാണണത് കൊണ്ടേ നമുക്ക് അത്ര ഒരു ധൈര്യം കിട്ടണില്ല. പിന്നെന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലും റൈറ്റിലും ഒക്കെ ഫുള്ള് മറ്റേ റബ്ബർ തോട്ടാണ്. ഓക്കെ, പിന്നെ അധികം ആൾക്കാർ ഇവിടെ കാണാനില്ല. നമ്മളിവിടെ വന്ന സമയത്ത് കണ്ടതാട്ടാ ഒരു തോട്. ഇത് നേരിട്ട് കാണാൻ കുറച്ചും കൂടെ അടിപൊളിയാണ്. ഇതിന് ഇറങ്ങാൻ പറ്റണ വല്ല ഭാഗ്യം എവിടെയെങ്കിലും ഉണ്ടോ നോക്കട്ടെ. അപ്പൊ അതനുസരിച്ച് ഇറങ്ങാട്ടാ. നമ്മൾ ചൊക്കന കാണാൻ വേണ്ടി വന്നിട്ട് നമ്മളിതിവിടെ ഒരു തോടിലാണ് നമ്മൾ അവസാനിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. ചൊക്കനയിലത്തെ ഒരു തോടാണിത്. നമുക്കിത് കണ്ടിട്ട് വരാം. ഇങ്ങനെയാണല്ലോ നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് പല ഹിഡൻ സ്പോട്ട്സും കണ്ടുപിടിക്കാം. അതെ അതെ, ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അതായത് പപ്പ ഉദ്ദേശിച്ചത് ആട്ടുപാലത്തില് അവര് കടത്തി വീറുന്നില്ലല്ലോ. അപ്പൊ അത് കാരണം നമ്മൾ വേറെ സ്പോട്ട് കണ്ടുപിടിക്കാം. നമ്മൾ ഉള്ളതിൽ സന്തോഷം കണ്ടുപിടിക്കുന്നതാണല്ലോ. അതെ, ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കട്ടെ. അതെ, ആന ഇവിടെയാണല്ലോ ഒന്ന് കുളിക്കാൻ. ഇവിടെയാണ് ആന കുളിക്കാൻ വരുന്ന. പപ്പ കണ്ടിട്ടുണ്ടാ ആന കുളിക്കുന്നത്? ആണാമേ, ആന ഇവിടെയൊക്കെ കുളിക്കാൻ വരുമോ? വെള്ളം കുടിക്കാൻ വരും. പപ്പ ഇപ്പൊ ഓടുന്നു. പപ്പയുടെ ഒരു ആനയുടെ വരവ് കാരണം മനുഷ്യ പേടിച്ചു പോയി. വെള്ളം കുടിക്കാൻ വരും ആനക്കൂട്ടങ്ങള്. ഇതിനകത്ത് ആടുണ്ടാ? അതൊന്നും അല്ല പപ്പ. പോ വലിയ കാലല്ലേ? ഇത് കണ്ട ആന വെള്ളം കുടിക്കാൻ വന്നിട്ടേ ആന ചവിട്ടിയ പാടുകളാണ് ഈ കാണുന്നത്. അത് അവരെ ഇറങ്ങിപ്പോയി നിന്ന് കാണുകയാണ്. എന്താ വലിയ കാൽപ്പാടുകൾ കണ്ട, അതിൻ്റെ കാല് കൈയൊക്കെ പതിഞ്ഞ പാടുകളാണ് ഇപ്പോൾ അവർ നിൽക്കുന്ന സ്ഥലം. ഓക്കെ എന്നാ പപ്പയും മോളും വളരെ സമാധാനത്തിലാണ് കയറി വരുന്നത് പുഴയിലിറങ്ങിയിട്ട്. ഇവിടെ ഒരു കണ്ട ബാക്കിൽ ഒരു തോട് കണ്ട. ഇങ്ങനെ പല സ്ഥലത്തും തോടുകളുണ്ട്. അതൊക്കെ കാണാൻ രസമാണ്. ബാക്കി ഇനി ഇവിടെ വേറെ എന്തെങ്കിലും കാണാനുണ്ടോ എന്ന് നമുക്ക് അറിയൂല. വെള്ളം സൗണ്ട് കേട്ടാ എന്ത് ഭംഗിയാ, നല്ല ക്ലിയർ വെള്ളം. ആനേനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും സുഖമുള്ള ക്ലൈമറ്റില് ആരായാലും ജീവിക്കാൻ ആഗ്രഹിക്കില്ലേ? അത്രയും ആനയും ചെയ്തോളൂ. നമ്മള് വരണ വഴിക്ക് ആനപ്പിണ്ടം കണ്ടു എന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ കണ്ട ആനപ്പിണ്ടത്തിന്റെ ഒരു ചെറിയ വെർഷന. ഇങ്ങനെ ഒത്തിരി ആനപ്പിണ്ടം കണ്ടു. അതാണ് ഞങ്ങളെ പിൻവലിപ്പിച്ചത്. പിന്നെ ചൊക്കന കാണാൻ പറ്റില്ലല്ലോ, പിന്നെന്താ ചെയ്യാൻ പറ്റുക. ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു പാലത്തിന്റെ അവിടെ ഉള്ള തോടില്ലേ, അതാണ് സംഭവം. പിന്നെ ഇവിടെ ഓൾറെഡി വാച്ചറും മാനൊക്കെ ഇരിപ്പുണ്ട് ഇവിടെ നോക്കാൻ വേണ്ടിയിട്ട്. അടുത്ത ആനപ്പിണ്ടം സ്പോട്ടഡ്. മനസ്സിലായോ? പൊക്കോപ്പാ.
ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേ ഞങ്ങളിപ്പോ ഇവിടെ വണ്ടിയിൽ പെട്ടു. കാരണം ഇവിടെ എന്തോ മരം വീണ് കിടക്കാണ്. അപ്പൊ അറിയില്ല വന്ന് മുട്ടി നിക്കുക. അപ്പൊ വണ്ടി പോകാൻ പറ്റില്ല. അപ്പൊ ഞങ്ങള് ബ്ലോക്കിൽ വന്ന് കിടക്കുക. ഇനിയിപ്പോ അത് മാറ്റിയിട്ടാണ് പോകാൻ പറ്റുള്ളൂ. ഇവിടെ ഇന്നലെയൊക്കെ ഭയങ്കര ശല്യാന്നുണ്ടോ ആനയുടെ ഭയങ്കര ഭാഗത്ത് നിക്കണം. പക്ഷെ ഇപ്പൊ ആനയൊന്നും കാണാനില്ല ദൈവാനം കൊണ്ട്. ഇന്നലെ ഫുള്ള് ആനയായിരുന്നു. ഈ സ്ഥലത്താ വന്നേന്ന് പറഞ്ഞു. അവിടെയാണ് ഞങ്ങൾ പെട്ടേക്കണത്. ഇനി ആ സംഭവം മുറിച്ചു മാറ്റാണ്ട് പോവാനായിട്ട് പറ്റില്ല. ഇവിടെ ഒരു ചേട്ടനെ, ഇവിടെയല്ല കുറച്ച് ദൂരെ ഒരു ചേട്ടനെ ആനനെ കണ്ടിട്ടും പുള്ളിക്കാരെ അടുത്തേക്ക് പോയതാന്ന് പറഞ്ഞേ. ശരിയാക്കി മെഡിക്കൽ കോളേജില് എന്താണ് മക്കളെ ഞങ്ങള് ഇവിടെ നമ്മുടെ ആൾക്കാര് പറഞ്ഞിട്ട് ചൊക്കനെ എടുക്കാൻ വേണ്ടി വന്നതാ. ചെറുതായിട്ടല്ല വലുതായിട്ട് ടെൻഷൻ ഉണ്ട്. കാരണം ഇവിടെയാണ് ഇന്നലെ ആനയുടെ വിളയാട്ടം ഇറങ്ങുന്നാണ് പറഞ്ഞത്. അപ്പൊ അത് കാരണം ടെൻഷൻ ഉണ്ട് ഗൈസ്. ഇതിവിടെ വാച്ചർമാരിയ്ക്കുന്ന സ്ഥലമാണിത്. ഇവിടെ ഇങ്ങനെ കുഴി പോലെയൊക്കെ ഉണ്ട്. ഇതാണെങ്കിൽ മുറിച്ച് മാറ്റാണ്ട് പോവാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കിടന്നാ മതിന്നാ. വന്ന് വിട്ട് കഴിഞ്ഞ് ഏത് നേരത്തെ മരം മുറിച്ചിട്ട് പോവാൻ പറ്റുമെന്ന് അറിയത്തില്ല. കുഴപ്പമില്ല, അപ്പനും എല്ലാവരും ഒരുമിച്ചുണ്ട്. എന്തെങ്കിലും പറ്റുവാണെങ്കിൽ ഇവിടെ 1-2 പേര് വന്നിട്ടുണ്ട്. അതിന്റെ ഒരു സമാധാനത്തിലാണ് നിക്കണത്. ആന വന്നാൽ എങ്ങോട്ട് ഓടണമെന്നൊന്നും അറിയത്തില്ല. ഈ തോട്ടപ്പയർ നിറഞ്ഞു കിടക്കുക തോട്ടത്തില്, റബ്ബർ തോട്ടത്തില്. കാരണം ഓടാൻ പോലും പറ്റില്ല. ഇതാണ് സ്ഥലം. ഇവര് പറഞ്ഞ ആന സ്ഥിരം ഇപ്പൊ വരുന്ന സ്ഥലം എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ ഇത്. ഇനി ഞാൻ വരില്ല, മതിയായി. അങ്ങനെ നമ്മൾ ആ ഭാഗം കഴിഞ്ഞിട്ട് ആ ചേട്ടനെ സമ്മതിക്കണം. ആ ചേട്ടൻ നമ്മൾക്ക് സമ്മതിക്കണം. കാരണം ആ ചേട്ടൻ നമ്മളോട് അവിടെ നിക്കാൻ പറയും. നമ്മുടെ പുറകെ നിന്ന് മരം മുറിക്കേണ്ട കാര്യങ്ങളെല്ലാം എല്ലാം നോക്കി നമ്മൾ സേഫ് ആക്കിയിട്ടാണ് പുള്ളിക്കാരൻ നിക്കണത്. ആ ചെയ്യണ ജോലി വാച്ച്മാനാണ് അവിടുത്തെ. ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് പോയപ്പോ തിരിച്ചു വരുമ്പോ എടുക്കാന്ന് ഓർത്തത് കേട്ടാ. പക്ഷെ ഇങ്ങനെ ചൊക്കനെ ഒന്നും കാണാൻ പറ്റില്ല എന്നൊന്നും ഓർത്തില്ല. ഇങ്ങനെയൊക്കെ ആവുന്നു. ഇവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ നമുക്ക് നല്ലതാ. അത്യാവശ്യം നമുക്ക് നല്ല തണുപ്പും കാര്യങ്ങളും. വെയിലുണ്ടെങ്കിൽ അധികം ചൂടൊന്നുമില്ല. ഞങ്ങള് പോയ ഭാഗത്ത് എന്താണ് മഴയൊന്നും ഉണ്ടായില്ല. എന്താന്ന് എനിക്കറിയാം. അങ്ങനെ നമ്മള് എലിക്കൂട് ആട്ടുപാലത്തിന്റെ അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാനിവിടെ കയറലില്ല. നിങ്ങൾക്ക് ഇവിടെ താഴെ കാണിച്ചമ്മ കണ്ടോ, താഴെ ഇങ്ങനെ ഈ ഷീറ്റ് പോലെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പം അതുപോലെ എല്ലാ ആട്ടുപാലത്തിനും ചിലപ്പം ആൾക്കാരെ കയറ്റാൻ വേണ്ടി അലോവൻസ് ഉണ്ടാവണം എന്നില്ല. അപ്പൊ അത് കാരണം ഞാൻ കയറുന്നില്ല. അപ്പൊ എനിക്കൊരു ഉറപ്പും ഇല്ല. അപ്പം ഇതാണ് വ്യൂ വരുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ വ്യൂ വരുന്നത് കേട്ടോ. ഞാൻ അങ്ങോട്ട് കിടക്കണില്ല. കാരണം എല്ലാ ആട്ടുപാലത്തിലേക്കും ചിലപ്പോൾ പ്രവേശനം എല്ലാവർക്കും പറ്റണമെന്നില്ല. അപ്പം അത് കാരണം ഞാൻ കിടക്കണില്ല കേട്ടോ. അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ വരുന്നത്. കാണാനൊക്കെ രസമുണ്ടല്ലേ. ഇതാണ് നമ്മുടെ സബ്സ്ക്രൈബർ കൊണ്ട് കാണിക്കുമെന്ന് ചോദിച്ചിട്ടുള്ള എലിക്കോട് ആട്ടുപാലം കേട്ടോ. ആള് പറഞ്ഞായിരുന്നു ചൊക്കനെ പോകുമ്പോൾ ആനയുടെ ഇഷ്യൂസൊക്കെ ഉണ്ടെന്ന്. പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ദിസ് ഈസ് ഹെൽപ്പിംഗ് ഹാൻഡ് ഫ്രം അവർ അമ്മ ഓൺലി കരിമാണ് ഇതൊക്കെ അല്ലേ. ഞങ്ങള് കീരിയും പാമ്പാണെങ്കിലും പക്ഷെ ഭയങ്കര സ്നേഹമാണ്. മിനിറ്റിന് തല്ലുകൂടും, മിനിറ്റിന് ക്ഷമിക്കും. ഇവിടെ റിയാദിലുള്ള സബ്സ്ക്രൈബറിന് വേണ്ടി നമ്മൾ റിസ്ക് എടുത്തെടുത്ത ഷോട്ടുകളാണ് ഇത് കേട്ടോ. അപ്പോൾ ആ സ്നേഹം നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇത് വിശുദ്ധ യൂദ തദേവൂസിന്റെ കപ്പേള കന്നാറ്റുപാടാണ്. അത് അമ്മയുടെ ഇടവകപ്പള്ളിയുടെ എന്തോ ഒരു ഭാഗത്തിൽ വരുന്ന ഒരു പള്ളിയും കൂടിയാണ്, ഒരു കുഞ്ഞുപള്ളി. ഇവിടെ കുർബാനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇവിടെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്താണ്. അപ്പോൾ ഞങ്ങളിവിടെ വന്ന സമയത്ത് കയറിയതാ. ഒരു സമയത്ത് ഇവിടെ വരണമെന്നുണ്ടായിരുന്നു. ഇവിടെ ഏതൊരു ദിവസം ഊട്ടുണ്ട്. അപ്പം ഇനി ഏതെങ്കിലും ഒരു ദിവസം പറ്റുമ്പോൾ ഊട്ടിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വരുമ്പോൾ ഫുള്ളി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇവിടെ കുർബാനയൊക്കെ ഉണ്ടാവുമായിരിക്കും. കണ്ടോ, പണ്ടത്തെ രീതിക്ക് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു കുഞ്ഞു പള്ളി. പക്ഷെ ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റും. വ്യാഴാഴ്ച
കുട്ടികളിൽ വൈകിട്ട് 5 മണിക്ക് വിസ്ത കുർബാനയും വിസ്ത യൂത നേരത്തെ ഭക്ഷണവും നടത്തിയിരുന്ന വികാരി സെന്റ് മേരീസ് കണ്ണാറ്റുപാടം നടത്തിയെടുക്കും. ഇതാണ് നമ്മുടെ ഏരിയ വരുന്നത്. അമ്മ ഇവിടെ പണ്ട് പാട്ട് പാടാനൊക്കെ ഈ പള്ളിയിൽ വന്നിട്ടുണ്ടെന്നാണ് അമ്മ പറയുന്നത് അല്ലേ? പണ്ട് പാട്ട് പാടാൻ വന്നിട്ടുണ്ടെന്ന്. ഞങ്ങള് ക്രിസ്തുമസിനും ഈസ്റ്ററിനും ഇഞ്ചക്കുണ്ട് പള്ളിയിൽ നിന്ന് ഇവിടെ വന്ന് പാട്ട് പാടും. കുർബാനയ്ക്ക് പാതിര കുർബാന കഴിഞ്ഞ് അവിടെ നിങ്ങോട്ട് പോരും. അമ്മ അതുണ്ടല്ലോ, ഇതെന്തോന്നാ ഇതിപ്പോ കന്നാറ്റുപാടത്തിലെ വികാരിയാണല്ലോ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചേക്കണത്. കന്നാറ്റുപാടം വികാരി എന്ന് പറഞ്ഞ ഇഞ്ചക്കുണ്ട് ലൂർദ് മാതാ ചർച്ചിന്റെ കീഴിലുള്ള പള്ളി അത് ആണോ? അപ്പൊ അതെന്തോന്നാ? അപ്പൊ കന്നാറ്റുപാടം പള്ളി ഏതാ? അത് ഇതാണ് ഈ കന്നാറ്റുപാടം. ഓ, ഇതാ പള്ളി. ഇത് പക്ഷെ അതിന്റെ കീഴിലുള്ളത് മാത്രം. ഓ, ഓക്കെ ഓക്കെ ഓക്കെ. എന്ത് പീസ്ഫുൾ അല്ലേ? ഹെൽത്ത് സെന്റർ ആണ്. നമ്മൾ സ്ഥിരം കാണുന്ന നമ്മുടെ കൂട്ടുകാർ. ഇതാണ് നമ്മുടെ കാരികുളം ആട്ടുപാലം. ഇവിടെ പിന്നെയും കുഴപ്പമില്ല കേട്ടോ. ഇവിടെ ഒരു ചേട്ടൻ പറഞ്ഞു ഇത് കൂടെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാറുണ്ടെന്ന്. അപ്പം ഇത് വലിയ സീനില്ലാന്ന് തോന്നുന്നു. അപ്പം ഇതാണ് നമ്മുടെ വ്യൂ വരുന്നത്. പപ്പയും മോളും നടക്കണ കണ്ട. ഇതിപ്പോ ഇവിടെ വന്ന ഞങ്ങൾ കണ്ട ഒരാള് പറഞ്ഞത് ഈ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ജോലിക്കാരൊക്കെ നടക്കുന്ന പാലാണ്, നമുക്ക് കയറി കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിവിടെ കയറി. കണ്ടോ, അത്യാവശ്യം താഴോട്ട് നല്ല ആഴമുണ്ട്, നല്ല ഭംഗിയാണ് ഇവിടെയൊക്കെ കാണാനായിട്ട്. ഞാനാണെങ്കിലേ ഹീല് മന്ദബുദ്ധി എന്നൊക്കെ പറഞ്ഞ് ഇതാണ് ഞാൻ ഹീലിട്ട് ഇറങ്ങിയേക്കണത്. പെട്ടെന്ന് ആ ഒരു ഫ്ലോയ്ക്ക് അങ്ങ് എടുത്തിട്ടു, സ്ഥിരം ഇടുന്ന പോലെ. ഇത് കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം ബലമുണ്ട്. ജസ്റ്റ് കയറിയിട്ട് ഇപ്പം തന്നെ പോവും, കുലിക്കണമൊന്നുമില്ല, അതിനുള്ള ധൈര്യം ഇല്ല. കുലിക്കരുതട്ടമ്മേ. അതെ, എന്റെ ഹീലിന്റെ കട്ട ആയതുകൊണ്ട് ഈ സംഭവം ഇതിന്റെ ഇടയിൽ പെടുന്നുണ്ട്. എന്റെ അമ്മ ഭയങ്കര റിസ്കി ഷോട്ടാണ് എടുക്കുന്നത്. ബാക്കിലേക്കാണ് നടക്കുന്നത്. സെന്ററിൽ കൂടെ ഞാൻ നടന്നോളാം. സെന്ററിൽ കൂടെ മതി കിട്ടാ. കന കിട്ടിയില്ലെങ്കിലും നമുക്ക് ഇതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. ഈ സെന്ററിൽ ഒരു കമ്പി ഉണ്ട്, അതിൽ കൂടെയാണ് നമ്മൾ നടക്കേണ്ടത് മകളെ. എവിടെ പോടുന്നു? ഇവിടെ ഒരു അരണ. ഗൈസ്, ടൈറ്റാനിക്കിലെ റോസും ജാക്കും മറ്റേ കപ്പലിലാണ് നിന്നെങ്കിൽ ഇവര് നിക്കണത് ആട്ടുപാലത്തില. നമുക്ക് ചെക്കനില്ലടാ. എനിക്ക് വേണ്ട. അരി പപ്പയ്ക്ക് അതിന് മറ്റേതറിയോ? ഇവരെ കാണില്ല എനിക്ക്. ഞാൻ ഇവരെ കിട്ടാൻ വേണ്ടിട്ടാണ് ഞാൻ. അതിന് നിങ്ങളെ കിട്ടണില്ല. അപ്പൊ വേണ്ട, നീ ഇപ്പൊ പിടിച്ചു പോ. ഭയങ്കര വെയിലിട്ടാ, നല്ല വെയിലുണ്ട്. തുരുമ്പായ കൊണ്ട് പിടിക്കാതെ. അയ്യോ, ഹൈറ്റില് ആകാശമൊക്കെ എന്തൊരു ഭംഗിയല്ലേ കാണാൻ. ഹായ്, അവിടെ ഒരു കുന്ന്. അത് പക്ഷെ ഇതിനകത്ത് കാണുമ്പോ അത്ര നീലല്ല. ഞാൻ വേഗം നടന്നു പോവാട്ടാ. അറിയില്ല, എല്ലാ ആട്ടുപാലും ഏകദേശം ഒരുപോലെ ഇരിക്കണത്. ചേർന്നൊരു പാലം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ആവുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഒരു അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.